സ്വന്തം തെറ്റുകളൊക്കെ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണ് വിജയിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്താണ് സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ ശക്തമായി മാറുന്നത്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. തിരുത്തി സപ്പോർട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. കൂടെ ഇരിക്കാനും മിണ്ടാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നൊരു സമയം വരും. പെട്ടെന്നൊരു ദിവസം ആരുമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത, അത് ഭീകര മോളെ. ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലേ? ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എത്ര വാക്കെടുത്താലും പുറത്തേക്ക് വരില്ല. അതും നമ്മുടെ പേഴ്സണൽ ഫീലിംഗ് ആണ്. എൻ്റെ ജീവിതത്തിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടാവുമ്പോഴും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും മനുഷ്യന്മാരൊക്കെ നിന്നെ കൈവിട്ടാലും ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകൂല എന്ന് പറഞ്ഞ മനുഷ്യരും വിട്ടുപോയാലും സ്വപ്നങ്ങൾ തന്ന മനുഷ്യരും നിന്നെ വിട്ടുപോയാലും എടാ പടച്ചോൻ നിന്നെ വിട്ടുപോയി എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നിന്റെ പടച്ചോൻ നിന്നെ വെറുത്തു എന്നും നീ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ സംഭവിക്കൂല. അത് വെയിൽ പോലത്തെ. ചിലരുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്കത് കുറ്റമാണ്. സംസാരിച്ചാലും കുറ്റം, നിശബ്ദനായാലും കുറ്റം, നന്മ ചെയ്താലോ അത് കാണിക്കാനാണെന്ന് പറയും, പിന്മാറിയാലോ അത് പേടിയാണെന്ന് പറയും. നീ ക്ഷമിച്ചാൽ ദുർബലൻ, നീ പ്രതികരിച്ചാൽ അഹങ്കാരി, നീ കഷ്ടപ്പെടുമ്പോൾ അവർക്കത് തമാശ. സത്യം പറയട്ടെ, അവർക്ക് പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അവർക്കെങ്ങനെ തോന്നുന്നു എന്നതാണ്. അവർക്കിഷ്ടമുള്ള പതിപ്പായി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുറ്റക്കാരാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിന്നെയും നിന്റെ സ്നേഹത്തെയും ഒക്കെ വെറുമൊരു തമാശയ്ക്ക് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ടൈം പാസിന് വെറുതെ നിന്നു കൊടുക്കരുത്. നിനക്ക് നിന്റെ സമയത്തിന്, നിന്റെ സൗഹൃദത്തിന്, നിന്റെ സ്നേഹത്തിന് വലിയ വില കൽപ്പിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവും. ചിലപ്പോൾ ഒരേ ഒരാളെ ഉണ്ടാവും, പക്ഷേ അയാൾ തന്നെ ആയിരിക്കണം നിനക്കും ഏറ്റവും. എടോ, ഒന്നും നേടിയിട്ടില്ല എന്ന പരാതിയേക്കാളും വലുതാണ് ഇത്രയും തകർന്നിട്ടും നീ അതിജീവിച്ചു എന്ന തിരിച്ചറിവ്. പലരും വിചാരിക്കുന്നത് കരയുന്നത് നമ്മൾ വീക്ക് ആവുമ്പോഴാണ്. തെറ്റാണ്. ഏറ്റവും സ്ട്രോങ് പേഴ്സൺസ് ആണ് കരയാനാണ്. പക്ഷെ അതിലൊരു പ്രത്യേകതയുണ്ട്. കരഞ്ഞു കഴിഞ്ഞ് അടുത്ത ഒരു 10 മിനിറ്റ് നമ്മൾ കരഞ്ഞൊക്കെ കഴിയുമ്പോൾ പിന്നെ അവിടുന്ന് എനിക്ക് വരുന്ന പുതിയ ആളായിരിക്കും. സെയിം കാര്യത്തിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കരയരുത്. ഒരു നാൾ നമ്മളും ഈ ലോകം വിട്ടുപോകും. ആദ്യം ഉച്ചത്തിലുള്ള നിലവിളികൾ, പിന്നെ അത് നിശബ്ദമായ കണ്ണുനീരായി മാറും. ദിവസങ്ങൾ കടന്നുപോകും. വാട്സപ്പ് സ്റ്റാറ്റസിലും ഗ്രൂപ്പ് ചിത്രങ്ങളിലും നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. പതിയെ നമ്മൾ ചിലരുടെ ഓർമ്മകളിൽ മാത്രം ബാക്കിയാണ്. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മരണം തിരക്കുകൾക്കിടയിൽ അവർക്കൊത്തുകൂടാനും പരസ്പരം കാണാനുമുള്ള ഒരു ദിവസം മാത്രമായി മാറിയിരിക്കും. കാലം ആരെയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ആരിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു നാൾ എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങും. ബാക്കി നമ്മുടെ ഓർമ്മകൾ മാത്രം. ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് എത്ര വാക്കെടുത്താലും പുറത്തേക്ക് വരില്ല. അതും നമ്മുടെ പേഴ്സണൽ ഫീലിംഗ് ആണ്. ആശിക്കണത് കിട്ടില്ല, കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം തരണത് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്നാ എന്നേക്കുമായി കൈ കിട്ടുന്നതോ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ഇത്തിരി പോകുന്ന ജീവിതം ഇത്രയല്ലേ ഉള്ളൂ. വാക്കുകൾ മൂർച്ചയേറിയ കത്തി പോലെയാണ്. തമാശയിൽ കുത്തിയാലും മുറിയും, ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. നാവിന് അസ്ഥികളില്ല, പക്ഷെ അതിന് ഹൃദയം തകർക്കാനുള്ള ശക്തിയുണ്ട്. മാപ്പിനാൽ കഴുകിയാലും മനസ്സിന്റെ വേദന മായില്ല. ഇപ്പൊ പതുക്കെ പതുക്കെ ജീവിതങ്ങൾ മാറി. ചുറ്റുപാടുകൾ ചെറുതായി, ഫോൺ വിളികൾ കുറഞ്ഞു, അത്യാവശ്യ മെസ്സേജ് മാത്രമായി. നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ അവർക്കോ അവരുടെ വിശേഷം അറിയാൻ നമുക്കോ സമയമില്ലാതായി. എണ്ണപ്പെട്ട സുഹൃത്തുക്കളോട് പോലും വല്ലപ്പോഴുമാണ് സംസാരം. അതെ, അങ്ങനെ നമ്മുടെ ജീവിതം നമ്മളറിയാതെ നമ്മളിൽ മാത്രമായി ചുരുങ്ങുകയാണ്. കൂടെ ഇരിക്കാനും മിണ്ടാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നൊരു സമയം വരും. പെട്ടെന്നൊരു ദിവസം ആരുമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത, അത് ഭീകര മോളെ. ഇത് പെർമനന്റ് അല്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വൺ ബൈ വൺ പീപ്പിൾ സ്റ്റാർട്ട് ഫെയിലിംഗ് ആൻഡ് ബിക്കമിങ് മെമ്മറീസ്.
സോ ഐ നോ ഫോർ എ ഫാക്ട് ദറ്റ് ഇന്ന് ഇപ്പം എൻ്റെ ചുറ്റിനുമുള്ള എന്നെ ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള എൻ്റെ ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്ന എൻ്റെ സക്സസ്സിൽ സന്തോഷിക്കുന്ന എൻ്റെ ലോ ഡേയ്സിൽ വിഷമിക്കുന്ന ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിലുണ്ട്. ആൻഡ് ഐ വെരി വെൽ നോ ദറ്റ് ദിസ് ഇസ് നോട്ട് പെർമനൻറ്റ്. ഒരു ദിവസം ഇതിലെ ആൾക്കാർ ഒന്നൊന്നായി കുറയും ആൻഡ് നമ്മളെ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത് വിൽ ബി ദ മെമ്മറീസ് ഓഫ് ദീസ് പീപ്പിൾ. പെൺകുട്ടികളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? അവരുടെ കയ്യിലൊരു ചെറിയ മുറിവുണ്ട്, അവർ ആ വീട് തന്നെ രണ്ടാക്കും. പക്ഷേ അവരുടെ മനസ്സ് വിഷമിക്കുന്ന ഒരു നിമിഷം ഇല്ല, ആ മനസ്സ് വിഷമിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുണ്ടല്ലോ, സ്വന്തം അച്ഛനോ അമ്മയോ ആരും അറിയില്ല. എന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷേ നമ്മൾ തളരുന്ന സമയത്ത് നമുക്കിങ്ങനെ ചാഞ്ഞു കിടക്കാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ, നമ്മൾ സങ്കടപ്പെടുന്ന നേരത്ത് നമുക്ക് ഫോൺ ചെയ്യാനൊരു മനുഷ്യനില്ലെങ്കിൽ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാകണ ഒരു മനുഷ്യനില്ലെങ്കിൽ ജീവിതം വല്ലാതെ വരണ്ടു പോകും. നമ്മൾ എത്ര വേദനിച്ചാലും കരഞ്ഞാലും പ്രശ്നമില്ലാത്ത മനുഷ്യരോട് ഒരിക്കലും നിങ്ങൾ പരാതി പറയരുത്. അവർക്ക് നിങ്ങൾ അലമുറയിട്ട് കരഞ്ഞാലോ ഹൃദയം നിലയ്ക്കും വിധം വേദനിച്ചാലോ അതൊരു പ്രശ്നമേ അല്ല. പൈസ ഇല്ലാത്തവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല, പൈസ വേണം. കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ പൈസ ഇല്ലാത്തവന് ഈ ലോകത്ത് അവനെ അംഗീകരിക്കില്ല. സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിക്കൂലല്ലോ. നാളെ ഒരുത്തിനെ കൊന്നിട്ട് വന്നാൽ അവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവന്റെ കൂടെ സെൽഫി എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. ചില ബന്ധങ്ങൾ തകരുന്നത് വലിയ വഴക്കുകൾ കൊണ്ടാവില്ല, ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ടാവും. ഒരാൾ പറയാൻ ആഗ്രഹിച്ചതും മറ്റൊരാൾ മനസ്സിലാക്കിയതും തമ്മിലുള്ള ചെറിയ അകലമാണ് പലപ്പോഴും വലിയ മുറിവാകുന്നത്. ഓർക്കുക, എല്ലാ തെറ്റിദ്ധാരണകൾക്കും ഒരു പറയാത്ത സത്യമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും സത്യം അന്വേഷിക്കുന്നതിന് പകരം സ്വന്തം ധാരണകളെ വിശ്വസിക്കുന്നു. വിധി എഴുതുന്നതിന് മുമ്പൊന്ന് ചോദിക്കൂ, അകന്നു പോകുന്നതിന് മുമ്പ് ഒരു വട്ടം സംസാരിക്കൂ. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ശേഷം മാത്രമേ അവയുടെ വില നമ്മൾ തിരിച്ചറിയാറുള്ളൂ. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവങ്ങളിൽ ഒന്നാണ് സൗഹൃദം എന്ന് പറയുന്നത്. ഇവിടെ സൗഹൃദങ്ങളാണ് ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല നിധിയും ശേഖരണവും. അതാണ് നല്ല ചങ്ങാതിമാരുണ്ടാക്കിയെടുക്കുക. നീ കഴിച്ചോ? സുഖാണോ? ഐ മിസ് യു, ഐ ലവ് യു എന്ന് ഓപ്പൺ ആയിട്ട് നമ്മളുടെ അടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ബ്ലെസ്സിങ്.